ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലക്ഷ്മീസ് കുക്കിംഗ് സ്റ്റോറീസ്. ഇന്ന് ഞാനൊരു കൂട്ടുകറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. സാധാരണ തിരുവനന്തപുരത്ത് സദ്യയ്ക്കൊക്കെ വിളമ്പാറുള്ള വടയിട്ട കൂട്ടുകറി. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ദോശയുടെ കൂടെയും ഇഡ്ഡലിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു വിഭവമാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. നമുക്ക് വടയിട്ട കൂട്ടുകറി ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ അതിന് ആദ്യമായിട്ട് വട പ്രിപ്പയർ ചെയ്ത് വയ്ക്കണം. ഞാനിവിടെ ഒരു ചെറിയ കപ്പിൽ 1 കപ്പ് ഉഴുന്ന് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതാദ്യം മിക്സിയിൽ വെച്ച് അരച്ചെടുക്കാം. 1 കപ്പാണ്. നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഞാനിതാ ഉഴുന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഞാനിതൊരു 3 മണിക്കൂർ കുതിർത്ത ഉഴുന്നാണ്. അത് ഞാൻ നല്ല മഷി പോലെ നമ്മൾ നോർമലി വടയ്ക്ക് അരയ്ക്കുന്ന പോലെ അരച്ചെടുക്കുക. എന്നിട്ട് അതിലേക്ക് നമുക്ക് സാധാരണ വടയിലിടുന്ന പോലെ കുറച്ച് പച്ചമുളകും ഒരു പകുതി പച്ചമുളക് പോലും വേണ്ട, കുറച്ച് കറിവേപ്പിലയും കുറച്ച് ഇഞ്ചിയും കൂടെ ഇതുപോലെ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞത് ആഡ് ചെയ്യണം. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പ്, എത്ര ഉപ്പ് വേണം എന്നറിയാമല്ലോ, കുറച്ച് മതി, ഒരു പിഞ്ച് ഇത്ര ഇട്ടിട്ട് ഇത് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് വട ഉണ്ടാക്കിയെടുക്കാം. ഒരു ഇരുമ്പ് കടായിയോ ഏതെങ്കിലും കടായി എടുക്കുക. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. 1/2 കപ്പ് എണ്ണ. നമ്മൾ നോർമലി ഉണ്ടാക്കുന്ന ഉഴുന്ന് വട പോലെ അല്ല, കുഞ്ഞു ബോൾസ് പോലെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അത്രയ്ക്കുള്ള എണ്ണ മതി. എണ്ണ ചൂടാവട്ടെ. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിനി കുഞ്ഞു കുഞ്ഞു ബോൾസായിട്ട് ഈ വട ചുട്ടെടുക്കാം. സ്പൂണ് കൊണ്ടോ കൈ കൊണ്ടോ ഇങ്ങനെ കുഞ്ഞു ബോൾസായിട്ട് എണ്ണയിലോട്ട് ഇട്ട് കൊടുത്താൽ. ഇനി ഒരു സൈഡ് വെന്ത് വരുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുത്ത് മറ്റേ സൈഡൂടെ വേവിച്ചെടുക്കാം. നമുക്ക് വെന്തോ നോക്കാം, എന്നിട്ട് തിരിച്ചിട്ട് കൊടുക്കാം. വെന്തിട്ടുണ്ട്, നമുക്ക് തിരിച്ചിടാം. ഇതിപ്പോൾ ചേർന്നിരിക്കുന്നെങ്കിലും ഫുൾ വെന്ത് കഴിയുമ്പോൾ അത് ഇളകിക്കോളും. ഒന്ന് സ്റ്റിക്കി ആയിരിക്കുവാണ്. ഇളകി വരുന്നുണ്ട്. വട റെഡി ആയിട്ടുണ്ട്. നമുക്കിത് കോരിയെടുക്കാം. കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതുപോലെ നമുക്ക് ബാക്കി വട കൂടെ ഉണ്ടാക്കിയെടുക്കാം. ഒരു കപ്പ് ഉഴുന്നിൽ ഒരു 10-25 വടയോളം ഇതുപോലെ കുഞ്ഞു വട ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതായത് വട റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി കറി പ്രിപ്പയർ ചെയ്യാം. ഞാനിവിടെ ഒരു മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത്. മൺചട്ടിയിൽ നമ്മൾ എന്ത് കറി വെജിറ്റേറിയൻ ആണെങ്കിലും നോൺ വെജിറ്റേറിയൻ ആണെങ്കിലും പ്രിപ്പയർ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്കിതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് കറികൾക്ക് നല്ല സ്വാദ് നൽകുന്നത് ഇങ്ങനത്തെ പ്രിപ്പറേഷൻസിനൊക്കെ. അപ്പോൾ നമുക്ക് എണ്ണ ചൂടാവട്ടെ. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഒന്ന് ഇതാകുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് ഞാനിവിടെ ഒരു ചെറിയ 2 സവാള ഇങ്ങനെ ക്യൂബ് സൈസിൽ കുഞ്ഞായിട്ട് കട്ട് ചെയ്തത് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇട്ടിട്ട് നല്ലോണം സോട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ കുറച്ച് ഉപ്പ് ആഡ് ചെയ്യുവാണ്. നമ്മൾ വടയിൽ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട് കുറച്ച്. അപ്പോൾ അതനുസരിച്ച് വേണം പിന്നെ കറിയിലോട്ട് ഉപ്പിട്ട് കൊടുക്കാനായിട്ട്. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട്. ഇത് നല്ല ബ്രൗൺ ആവണ്ട, നല്ലോണം സോട്ട് ആവുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വേണം നമ്മളിത് സോട്ട് ചെയ്തെടുക്കാൻ. സവാള സോട്ടായി. ഇനി ഞാനിതിലേക്ക് 2 മീഡിയം സൈസ് പൊട്ടറ്റോ ക്യൂബ് സൈസിൽ അരിഞ്ഞത് ഇളക്കി കൊടുക്കുകയാണ്.
നമ്മൾ എണ്ണയിലിട്ട് വഴട്ടിയിട്ട് കുക്ക് ചെയ്യുമ്പോൾ അതിന് നല്ലൊരു ടെക്സ്ചറായിരിക്കും കറിക്ക് കിട്ടുന്നത്. അതുകൊണ്ടാണ് എണ്ണയിലിട്ട് വഴറ്റുന്നത്. നമുക്കൊരു 5 മിനിറ്റ് ഉരുളക്കിഴങ്ങൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് ഞാൻ എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്യുന്നത് ഒരു 3 തൊണ്ടൻ മുളക്. ഇവിടെ തിരുവനന്തപുരത്തൊക്കെ അങ്ങനെയാണ് ഇത് പറയുന്നത്. ഈ മുളക്, വലിയ മുളക്, അതിന് വലിയ എരിവൊന്നുമില്ല. ഇത് ഞാൻ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുവാണ്. ഇത് നല്ലൊരു ടേസ്റ്റ് കൊടുക്കും കറിക്ക്. ഇനി ഇത് ഫ്രൈ ആവുന്ന ടൈമിൽ നമുക്കിതിന് വേണ്ട മസാലകളെല്ലാം ഈ കറിയിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ചതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല. നമ്മളിപ്പോൾ 3 മുളക് ആഡ് ചെയ്തിട്ടുള്ളത് കൊണ്ട് നമുക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്താൽ മതി. നോർമൽ ചില്ലി പൗഡറാണ് ഇടുന്നതെങ്കിൽ 1/2 ടീസ്പൂൺ ഇട്ടാൽ മതി. ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡർ ആയതുകൊണ്ടാണ് 1 ടീസ്പൂൺ ഇടുന്നത്. 1 ടീസ്പൂൺ കൊറിയാൻഡർ പൗഡർ, ഒരു 1/4 ടീസ്പൂൺ പെപ്പർ പൗഡർ. ഇത്രയിട്ട് ഒന്നുകൂടെ നമുക്കൊന്ന് ഇതിനെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് എല്ലാം കൂടെ ഒരുമിച്ചൊന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനിവിടെ ഇത് 2ാം പാൽ ഒഴിക്കാൻ പോവാണ്. അതായത് ഒരു ചെറിയ തേങ്ങ തിരുമ്മി അരച്ചെടുത്തതിലെ 2ാം പാലാണിത്. 1 കപ്പ് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. നമുക്ക് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ഇത് അടച്ച് വേവിക്കാം. ഈ 2ാം പാലിൽ കിടന്ന് വേണം ഈ കറി ഒന്ന് നല്ലോണം വെന്ത് കിട്ടാനായിട്ട്. എല്ലാ സൈഡും ഒക്കെ ഒന്ന് ഇളക്കി നീറ്റായിട്ട് നമുക്കിതിനെ ഒന്ന് അടച്ച് വേവിക്കാം. നമുക്ക് കറി റെഡിയായോ നോക്കാം. ഏതാണ്ടൊരു 10-15 മിനിറ്റ് ആയിട്ടുണ്ട്. തിളച്ച് നല്ലോണം ആ പാകത്തിന് വറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വട ഇട്ട് കൊടുക്കാം. ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക. ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് തിളച്ച് കഴിയുമ്പോൾ ഒരുപാട് ഉടയ്ക്കണ്ട, വട സോഫ്റ്റാണ്. ഇനി ഇതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന 1ാം പാല് അത് ഒഴിച്ചു കൊടുക്കുക. ഇതിനിപ്പോൾ ഒരുപാട് തിളയ്ക്കണ്ട. നമുക്ക് കുറച്ച് ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം. ഉപ്പ് കുറവാണ്. ഒന്ന് തിളച്ച് കഴിഞ്ഞു. നമുക്ക് കറിയുടെ കൺസിസ്റ്റൻസി കുറവാണ് വേണ്ടതെങ്കിൽ നല്ല തിക്കായിട്ട് ചോറിൻ്റെ കൂടെ സദ്യക്ക് എടുക്കുമ്പോഴത്തേക്കും 1/2 കപ്പ് വെള്ളം തേങ്ങാപ്പാൽ ഒഴിച്ചാൽ മതി. ഇതിപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് കണക്കാക്കിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ കുറച്ച് ഗ്രേവി വേണമല്ലോ. മാത്രമല്ല ഈ വട ഇതിലേക്ക് ഇട്ട് കഴിയുമ്പോൾ വെള്ളം ഈ വട വലിച്ചെടുക്കും. അതിൻ്റെ ഇപ്പോൾ ഇങ്ങനത്തെ കൺസിസ്റ്റൻസി നോക്കണമെങ്കിൽ നല്ല തിക്കായി മാറും കറി. അപ്പം നമുക്കിത് തിളച്ച് കഴിഞ്ഞു. ഇനി ഇത് ഓഫ് ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയൊക്കെ യൂസ് ചെയ്യാം. ഇനി നമ്മളെ കറി റെഡിയായി കഴിഞ്ഞു. അപ്പോൾ വടയിട്ട കൂട്ടുകറി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. എല്ലാവരും തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്യണം. നല്ല ടേസ്റ്റി റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ആദ്യമായി എൻ്റെ ചാനൽ കാണുന്നവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് കരുതുന്നു. വീണ്ടും നല്ല നല്ല റെസിപ്പീസുമായി വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ടേക്ക് കെയർ. ബൈ.